ചോദിച്ചോളണം. ദേവന്മാർക്ക് ആര് വരെയാണ്? കൃഷ്ണ ഭഗവാൻ, അത് കഴിഞ്ഞ് വൈകുണ്ഠത്തിൽ നാരായണന്മാർ, അത് കഴിഞ്ഞ് ഭൗതിക ലോകത്തിൽ വിഷ്ണുമാർ. നല്ലോണം ശ്രദ്ധിക്കണം. ഈ ഭൗതിക ലോകത്തിലാണ് 3 വിഷ്ണുമാരുള്ളത്. ആരാണ് ഈ 3 വിഷ്ണുമാര്? കാർണോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു. ഇവർ 3 വിഷ്ണുമാരും ഭൗതിക ലോകത്തിലാണ്. വൈകുണ്ഠ ലോകത്തിലാണ് ആരുള്ളത്? നാരായണന്മാർ. ഗോലോകത്തിലാണ് ആരുള്ളത്? കൃഷ്ണൻ. മനസ്സിലായോ? കൃഷ്ണ ഭഗവാൻ എവിടെയാ? ഗോലോകത്തിൽ. വൈകുണ്ഠത്തിലാരാ? ഭൗതിക ലോകത്തിലാരാ? വിഷ്ണു. ഇപ്പൊ ഭൗതിക ലോകത്തിൽ നാരായണനുണ്ടോ? ഇല്ല. വൈകുണ്ഠത്തിൽ വിഷ്ണു ഉണ്ടോ? ഇല്ല. വിഷ്ണു എന്ന് പറഞ്ഞാൽ വിശ്വം. ദേവന്മാർക്ക് ബ്രഹ്മാവ് ഉൾപ്പെടെ വിഷ്ണു വരെയേ പോകാൻ പറ്റുള്ളൂ. ബ്രഹ്മാവിന് പോലും വിചാരിച്ചാൽ എവിടെ പോകാൻ പറ്റില്ല? വൈകുണ്ഠത്തിൽ പോകാൻ പറ്റില്ല. ബ്രഹ്മാവിന് പോലും വിചാരിച്ചാൽ വൈകുണ്ഠത്തിൽ എത്താൻ പറ്റില്ല. ബ്രഹ്മാവിന് പോലും ക്ഷീരസാഗരം വരെയേ ചെല്ലാൻ പറ്റുള്ളൂ. അവിടെ ചെന്ന് ആ പാർക്കടലിലെല്ലാം ആ ക്ഷീരസാഗരത്തിൽ തലയും കുനിഞ്ഞ് ഓം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദശാങ്കുലം പുരുഷമേവേദകം സർവം യദ്ഭൂതം യച്ഛ ഭവ്യം ഉഥാമൃതത്വശേഷാനഃ യദ്ദന്നേനാതിരോഹതി എന്ന് സ്തുതിച്ചാൽ പാൽക്കടൽ ക്ഷീരസാഗരത്തിൽ നിന്ന് ഒരാൾ അങ്ങ് പൊങ്ങി വരും കാണാനായി. ഇത്രയും പോയി കോളിംഗ് ബെല്ല് അടിക്കണം. വീട്ടിൽ പോയിട്ട് ഇങ്ങനെ അടിക്കുന്ന പോലെയല്ല, മുട്ടും കുത്തി ഇരുന്ന് മൊത്തം പുരുഷശുപ്തം പാടിയാലേ ആര് പൊങ്ങി വരുള്ളൂ? ക്ഷീരോദകശായി. അതും കഴിഞ്ഞ് വീണ്ടും 2 വിഷ്ണുമാരുണ്ട്. ആര്? ഗർഭോദകശായി വിഷ്ണുവും. അപ്പൊ ദേവഗണങ്ങൾക്ക് പോലും എതുവരെയേ പ്രവേശനമുള്ളൂ? ക്ഷീരസാഗരം വരെയേ അവർക്ക് പ്രവേശനമുള്ളൂ. ഇപ്പൊ ബ്രഹ്മ വിചാരിച്ച നാളെ കൃഷ്ണനെ കാണണം, നാരായണനെ കാണണം, നരസിംഹത്തെ ഒന്നും നടക്കൂല. അവർക്കൊന്നും പോകാൻ പറ്റില്ല. ആ ദേവഗണങ്ങൾ സ്തുതിച്ചത് കൊണ്ട് ജീവഗോസ്വാമി പറയുന്നു, അവതാരം എന്ന് അവരാവശ്യപ്പെടുന്നത് ഈ പുരുഷ അവതാരം 3 എണ്ണത്തിനെയാണ്. മനസ്സിലായോ? വ്യക്തമായോ എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വന്നതെന്ന്? ഈ ശ്ലോകത്തിനെ പ്രാർത്ഥിക്കുന്നവരാരാണ്? ദേവഗണങ്ങൾ. സുരഭിഹി, സുരന്മാർ. ദേവഗണങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദേവഗണങ്ങൾക്ക് ക്ഷീരസാഗരം വരെയേ പോകാനുള്ള അനുമതിയുള്ളൂ. അതുകൊണ്ട് അവിടെ ചെന്ന് അവർ പ്രാർത്ഥിച്ചത് കൊണ്ട് ജീവഗോസ്വാമി പറയുന്നു അവർ പുരുഷ അവതാരങ്ങളെ കുറിച്ചാണ് സ്തുതിക്കുന്നത്. പുരുഷ അവതാരങ്ങൾ ആരൊക്കെയാണ്?